തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. വിളമ്പുന്നവരറിഞ്ഞില്ലെങ്കിലും കഴിക്കുന്നവരറിഞ്ഞേ പറ്റൂ മോനെ. ചെലവുകൾ ഇങ്ങനെ കൂടിത്തുടങ്ങിയ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും താളം തെറ്റും. തന്ന് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിലുമില്ല. പ്രഭ ദയവായി ഈ സമയത്ത് കണക്ക് പറയാതെ. കണക്ക് പറയുന്നതല്ല, ഞങ്ങളിവിടെ താമസിക്കുമ്പോ ഇവിടെ മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ പാടുള്ളൂ. അതിഥികളോടെന്ന പോലെ പെരുമാറിയ അത് ശരിയാവില്ല. മേഡം ആ പറഞ്ഞത് ന്യായമായ കാര്യം. എന്തായാലും ഇന്നിപ്പോ പറ്റിപ്പോയി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. മേഡം ഇപ്പൊ കഴിക്കും. ഗിരീഷേ, ഇതെന്റെ സ്വന്തം വീടാ. അതുപോലെ തന്നെ നിങ്ങളും ഞങ്ങളെ കാണണം. മേഡം, ചന്ദ്രോത്ത വലിയ വീട്ടിൽ നിന്നും രജനിയുടെ ചെറിയ വീട്ടിലേക്ക് എത്തിയപ്പോ ഉള്ളിലൊരു ചെറിയ പിടുത്തം കിടപ്പുണ്ട് മേഡത്തിന്. അത് കളഞ്ഞേക്ക്. മേഡത്തിന്റെ മോളുടെ വീടായത്. എന്റെയോ അമ്മയുടെ വീടായിട്ട് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ അതങ്ങ് വിട്ടേക്ക്. സ്വന്തം വീടാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇനി വേറെ സംസാരമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചേ. അമ്മേ കഴിക്കും. സിദ്ധു, സന്തോഷമുള്ള ജീവിതം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരത്തെ ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഞാനും ഉത്തരവാദിയായിരുന്നു. പക്ഷെ ഇനി എന്തായാലും ഒന്നിനും ഞാനൊരു കാരണക്കാരി ആവില്ല എന്ന് ഉറപ്പിച്ചിരുന്നതാ. ആ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സിദ്ധു, ഇനി ഈ വീട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുത്. ഇല്ല പ്രഭ. കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ഇക്കഴിഞ്ഞ സംഭവങ്ങളൊക്കെ എന്നെ പലതും പഠിപ്പിച്ചു. അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു കിട്ടാൻ എത്ര കാലം എടുക്കുന്ന എന്റെ സംശയം. കഴിഞ്ഞതൊക്കെ ഓർമ്മിച്ച് താൻ വിഷമിക്കണ്ട. താൻ ക്ഷമ പറഞ്ഞതോടെ ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു. കുടുംബത്തിലെ ബന്ധം ശക്തമാണെങ്കിൽ എത്ര ദാരിദ്ര്യത്തിലും നമുക്ക് സന്തോഷത്തോടെ കഴിയാം. അമ്മേ, അതെന്താ ഒരു പാർഷ്വാലിറ്റി? എനിക്കില്ലേ?
അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു അല്ലേ? അമ്മേ, എന്താ മോളെ? അമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നുമില്ല. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അമ്മ വിഷമിക്കാതെ നിന്നാ മതി, സന്തോഷത്തോടെ ഇരുന്നാ മതി, എല്ലാം ശരിയാവും. അമ്മ സങ്കടപ്പെട്ട എല്ലാരും തളർന്നു പോവും. മോളെ, വിഷമിക്കരുതെന്നും മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമെന്നും ഞാൻ ഓരോ നിമിഷവും വിചാരിക്കുക. പക്ഷെ സാധിക്കുന്നില്ല. ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ജീവിതം താളം തെറ്റിപ്പോകുന്നു. എങ്ങനെ സഹിക്കും? ജീവിതത്തിൽ വീഴ്ചകൾ വരും. പക്ഷെ വീഴ്ചകളെ വരൂ എന്നിടത്ത് നമ്മളെ ജീവിതം അങ്ങ് വെറുത്തു പോവും. അമ്മേ, പ്ലീസ്, അമ്മ അത്രയും കടന്ന് ചിന്തിക്കണ്ട. ഇതൊരു താൽക്കാലിക തിരിച്ചടി. നമ്മൾ കരകയറും അമ്മേ. കുറച്ചു ദിവസം കൂടി മാത്രമേ ഈ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കൂ. കുറച്ചു ദിവസം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല മോളെ. പ്രതിസന്ധി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ മനസ്സ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ പിറകിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അമ്മേ, മനസ്സിന്ന് ചന്ദ്രത്ത് പോകുന്നില്ല മോളെ. അവിടുത്തെ ദിവസങ്ങളും അവിടുത്തെ സന്തോഷങ്ങളും ഒക്കെ തന്നെയാ കണ്ണിലും കാതിലും. ഒന്നും മറക്കാന്ന് വിചാരിക്കുമ്പോഴാ കൂടുതൽ ശക്തമായിട്ട് ഓർമ്മയിൽ വന്ന് കയറുന്നത്. ഭ്രാന്ത് പിടിക്കുക. അമ്മേ, ഇന്ന് തന്നെ ഈ വീട്ടില് നമുക്ക് വേണ്ടി ഇത്രയും വിഭവം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ശരീരമാകെ പൊള്ളുന്നത് പോലെ തോന്നി. ബാധ്യതയാകാൻ വേണ്ടി ഈ വീട്ടിലേക്ക് നമ്മൾ കുറച്ചുപേര് വന്ന് കയറിയതുപോലെ. അങ്ങനെയാണെങ്കിൽ അമ്മ, ചന്ദ്രത്ത് വന്ന് ഭക്ഷണം കഴിച്ചവരൊക്കെ നമുക്ക് ബാധ്യതയാവേണ്ടിയിരുന്നതല്ലേ? അങ്ങനെയാണോ? ഗിരീഷ് ചേട്ടനും അമ്മയൊന്നും ഒരിക്കലും ആ രീതിയിൽ കാണില്ല. അമ്മ സന്തോഷത്തോടെ ഇരുന്ന എല്ലാം ശരിയാവും. സന്തോഷം വരുത്താൻ ശ്രമിച്ചു നോക്കാം. അത് കിട്ടുമെന്നറിയില്ല. നന്ദു, അമ്മയെ തളർന്നു പോവാൻ നമ്മൾ സമ്മതിക്കരുത്. കൂടെ ഉണ്ടാവണം. അമ്മയുടെ മനസ്സാകെ ഉലഞ്ഞു നിൽക്കുക. ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ ചോദിച്ച ഓരോ ചോദ്യവും അമ്മയുടെ നിരാശയും ദേഷ്യവും സങ്കടവും ഒക്കെ അടക്കിയായിരുന്നു. ആകെ തകർന്നിരിക്കുക. ശരിയാ, ഗിരീഷേട്ടന് നമ്മളൊരു ബാധ്യതയാവുമെന്ന് അമ്മ ശരിക്കും സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോളേജ് പ്രൊഫസറായിരുന്ന ആളല്ലേ, എല്ലാം കണ്ടു നിറഞ്ഞ ആള്. വാരിക്കൊടുത്ത് മാത്രം ശീലമുള്ള അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ആഹാരത്തിന്റെ വരെ കണക്ക് കൂട്ടി തുടങ്ങി. ഓരോ പിടിച്ചോറും കഴിക്കുമ്പോ അതിന്റെ ചെലവാണെന്ന് തോന്നുന്നു അമ്മയുടെ മനസ്സിൽ.
നാളത്തെ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വീട്ടിലേക്ക് മാറാം. ആശ്രയത്തിൽ കഴിയാണെന്നുള്ള അമ്മയുടെ ചിന്ത അതോടെ മാറിക്കോളും. നാളത്തെ ഇന്റർവ്യൂ ഒരു ചടങ്ങ് മാത്രമാണെന്നല്ലേ പറഞ്ഞത്? ആ, അത്രേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ പാർട്ടിയിലുണ്ടായിരുന്ന ആളാ, പിന്നീട് വലിയ മുതലാളിയായി. ഇപ്പൊ ഒരു ചെറിയ വ്യവസായ സാമ്രാജ്യം തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ സിയെ നാണക്കേട് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാനൊരു കമ്പനി ഹെഡായിരുന്നല്ലോ. ഇപ്പോ ഒരു ചെറിയ ജോലിക്ക് പോകുമ്പോ അവരെന്ത് കരുതെന്നോർത്ത്. എന്തായാലും നല്ല സ്വീകരണമായിരുന്നു. വലിയ ശമ്പളം അല്ലെങ്കിലും നമ്മുടേതായ വരുമാനത്തിൽ ജീവിച്ചു തുടങ്ങാമല്ലോ. നന്ദു, എന്താ ദേവി? സത്യത്തില് നന്ദുവിന് വിഷമമില്ലേ? എന്തിന്? നന്ദു പറഞ്ഞത് തന്നെ, ഒരു കമ്പനി നടത്തിയിരുന്ന ആള്, ഒരുപാട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിരുന്ന ആള്, ഇപ്പൊ ഒരു കമ്പനിയില് ചെറിയൊരു ജോലിക്ക് പോകുന്നു. മുതലാളിയായാലും തൊഴിലാളിയായാലും മനസ്സിന് കിട്ടുന്ന സന്തോഷമല്ലേ ദേവി പ്രധാനം. ഒരു കൊച്ചു ജോലിയായാലും ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഹാപ്പി ആയിരിക്കും. ഒരു ചെറിയ വാടക വീട്ടില് ഒരു കുഞ്ഞു ജീവിതം, തൽക്കാലത്തേക്ക് അത് മതി. പിന്നീട് എന്ത് വേണമെന്നൊക്കെ ചിന്തിക്കാം. ആദ്യം സ്വന്തം കാലം നമുക്ക് നിൽക്കാം. നിങ്ങളിവിടെ ചന്ദ്രത്തുണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് എവിടെ പോയിരിക്കാന്നൊക്കെ അമ്മ എപ്പോഴും പറയും. അവിടെ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ചന്ദ്രത്വം അവിടുത്തെ ദിവസങ്ങളൊക്കെ തന്നെയാ. ശക്തിയൊക്കെ പോയതുപോലെ തോന്നും ചില സമയത്ത്. എന്റെ മനസ്സിൽ പോലും ഇപ്പോഴും ചന്ദ്രത്താ. അപ്പൊ പിന്നെ പ്രഭകുഞ്ഞിന്റെ കാര്യം പറയണോ? രാജ്ഞിയായിരുന്ന ആള് ദാസിയായ പോലെയായി. ആന്റി ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് വാ, അമ്മയ്ക്കിത് വലിയ ആശ്വാസമാവും. ഇല്ല മോളെ, ആശ്വാസമായിരിക്കില്ല. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വരുന്നത് പ്രഭകുഞ്ഞിന് വിഷമം കൂടെയുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വേറൊരാൾ കാണുന്നതാ കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. കുറച്ചു ദിവസം കഴിയട്ടെ, പ്രഭകുഞ്ഞിനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. ഞാനിവിടെ അമ്മയോട് പറയും പ്രഭാന്റിയെ കാണാൻ പോകുന്ന കാര്യം. ഞാൻ വരാം മോളെ. ബുദ്ധിമുട്ടിനൊക്കെ ഒരാശ്വാസം ഉണ്ടാവുമെന്ന് ചെറിയൊരു പ്രതീക്ഷ വരുന്നുണ്ട്. ആണോ? ആ, നന്ദുവിനൊരു കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട്, അങ്ങോട്ട് പോയിരിക്കുക. ഒരു ചെറിയ ജോലി. ആണോ? ഈശ്വര, നന്നായിരിക്കട്ടെ. ഈ സമയത്ത് ഒരു ജോലി അത്യാവശ്യ. ജോലി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പാ. ഞങ്ങള് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജോലി കിട്ടി കുറച്ചു ദിവസം കഴിഞ്ഞാ ഒരു ചെറിയ വീട്ടിലേക്ക് മാറണം. അപ്പോഴേ അമ്മയ്ക്കൊരു സമാധാനം കിട്ടും. അത് നല്ല കാര്യ ദേവി. ഇപ്പൊ ചിലപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞാലുടനെ വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിഷമത്തിന് ചെറിയൊരു ആശ്വാസം ദൈവം തരും. നന്ദന് ജോലിയും കിട്ടും. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള നന്ദൻ ഇങ്ങനൊരു ചെറിയ ജോലിക്ക് വരാൻ കാരണം? ജോലിയില് ചെറുതും വലുതൊന്നും ഇല്ല സാർ, എല്ലാ ജോലിയും വലുതാണ്. ഓഹോ, ഇതായിരിക്കണം ഒരാളുടെ ശരിക്കുള്ള കാഴ്ചപ്പാട്. മുമ്പ് നന്ദന്റെ കമ്പനിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് സഹായം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അന്ന് സിദ്ധാർത്ഥൻ സാറ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റാഫായി വരുമ്പോ പഴയ കോംപ്ലക്സുകൾ നന്ദനുണ്ടാവോ? അതായത് നന്ദന്റെ താഴെയായിരുന്ന കമ്പനിയെ ജോലി ചെയ്യുന്നതിന്റെ വിഷമം? ഏയ്, അത് സന്തോഷമല്ലേ മാഡം. നമ്മൾ ചെയ്ത സഹായത്തിന് പകരമായിട്ട് എന്തെങ്കിലും രീതിയിൽ ആ സ്നേഹം തിരിച്ചു കിട്ടുന്നതിന്റെ സന്തോഷം. ഗുഡ് ഗുഡ്. നന്ദൻ ശമ്പളം ചെറുതാണ്, അതിന്റെ ഒരു പ്രയാസം നന്ദൻ ഉണ്ടാവുമോ? ഇല്ല സാർ, കാരണം
ഞങ്ങൾക്കിപ്പോ ആവശ്യങ്ങളും ചെറുതാണ്. ഈ ശമ്പളം ധാരാളം. നന്ദൻ ജസ്റ്റ് ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. അപ്പോ കൊളംബിയയിലെ ധനകാര്യമന്ത്രി ആരാണ്? അല്ല സാർ, അതും നമ്മുടെ കമ്പനിയുമായി എന്താ ബന്ധം? നമ്മുടെ കമ്പനിക്ക് കൊളംബിയയിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്. എനിക്കറിയില്ല സാർ. പസഫിക് സമുദ്രത്തിന്റെ ആഴം കൂടിയ ഭാഗത്തിന്റെ ആഴം എത്ര മീറ്ററാണ്? നമുക്ക് സീ ഫുഡ് എക്സ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെ കുറിച്ചും നല്ല ബോധം ഉണ്ടാവണം. അറിയില്ല സാർ. അപ്പോ നന്ദനോട് ജനറൽ നോളജ് ചോദിച്ചിട്ട് കാര്യമില്ല. സാർ, ഈ രീതിയിലുള്ളൊരു ഇന്റർവ്യൂ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, കാര്യം നമ്മൾ പരിചയക്കാരാണെങ്കിലും കഴിവിന്റെ അടിസ്ഥാനത്തിലെ നിയമനം പറ്റൂ. സിദ്ധാർത്ഥൻ സാറും ഏത് കാര്യത്തിനും കഴിവും എടുക്കൊക്കെ നോക്കുമായിരുന്നല്ലോ. അതിരിക്കട്ടെ, പുള്ളിക്കാരന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? സാർ, അച്ഛന്റെ കാര്യങ്ങളെല്ലാം പത്രങ്ങളിൽ സാർ വായിച്ചു കാണുമല്ലോ. ആ ഒരു പ്രതിസന്ധി മറികടക്കാനാ ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. നന്ദന്റെ ആ സഹോദരിയുടെ പേരെന്താണ്? രജനി. അതല്ല, ആ സഹോദരി എനിക്കറിയാം. ഇതൊരു പുതിയ സഹോദരി. തനൂജ എന്നാ സാർ. ആ, തനൂജ. തനൂജ ഇപ്പം നിങ്ങളോടൊപ്പമാണ് താമസം? സാർ, നിങ്ങൾ ബോധപൂർവ്വം എന്നെ കളിയാക്കാൻ നോക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റാഫിന്റെ വീട്ടുകാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. ഇത് വീട്ടുകാരി ശ്രദ്ധിക്കലല്ല, ആക്ഷേപിക്കല. നന്ദൻ, ഞങ്ങളല്ല നന്ദനെ ആക്ഷേപിച്ചത്. നന്ദനെ ആക്ഷേപിച്ചത് നന്ദന്റെ അച്ഛൻ തന്നെയാണ്, സിദ്ധാർത്ഥൻ സാർ. അല്ലെങ്കിൽ പിന്നെ കാമുകിയിലുണ്ടായ കുഞ്ഞിനെ രഹസ്യമായി വളർത്തിയിട്ട് അവസാനം ആ കൊച്ചു ബലരാമൻ സാറിന്റെ മോളാണെന്ന് പറഞ്ഞ് ബലരാമൻ സാറിന്റെ തലയ്ക്ക് വെച്ച് കെട്ടാൻ നോക്കുവോ? മതി. എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത് അപമാനിക്കാനാണെന്ന്. നിങ്ങളുടെ പിറകിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നന്ദൻ ഞങ്ങളെയാണ് ആക്ഷേപിക്കുന്നത്. ഞങ്ങൾ ആരെ സ്വാധീനിച്ചെന്നോ? അച്ഛൻ കുഴപ്പക്കാരനായോണ്ട് ഞങ്ങളോടല്ല മെക്കെട്ട് കയറേണ്ടത്. നിർത്തണം. എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാണല്ലോ. ഇങ്ങനെ വികാരം കൊള്ളാനേ അയാൾ നിന്റെ മാത്രം അച്ഛനല്ലടോ. നാട്ടിൽ ഒരുപാട് മക്കളുണ്ട്. ഇത് തന്റെ സ്ഥാപനമായി പോയി. ഇയാൾ പുറത്തിറങ്ങല്ലോ, അപ്പൊ കാണാം. സുഖാണോ എന്ന് ചോദിക്കുന്നില്ല. സമാധാനത്തോടെയാ അവിടെ നിൽക്കുന്നതെന്ന് കരുതുന്നു. സമാധാനമുണ്ട്. സിദ്ധു അന്ന് പറഞ്ഞതുപോലെ നല്ല മുഖങ്ങൾ, നല്ല ആളുകൾ, സന്തോഷമുള്ള അന്തരീക്ഷം. കുറ്റം പറയാനായി ഗിരിയുടെ വീട്ടിൽ ഒന്നും തന്നെയില്ല. പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അന്യരാജ്യമാണെന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവുമെന്ന് പറയാറുണ്ടല്ലോ. അതേ അവസ്ഥയാ. ഒരുപാട് നാളൊന്നും അവിടെ കഴിയാൻ പറ്റില്ല. വൈകാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. തന്നെ കുറ്റം പറയുന്നില്ല. ഈ ഒരു അവസ്ഥയില് ആരായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. മേരി തോമസിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമായേനെ. അവര് പക്ഷെ അനങ്ങുന്നില്ലല്ലോ സിദ്ധു. ഇപ്പൊ സർക്കാരിന്റെ പ്രതിനിധിയായി വിദേശത്തേക്ക് പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാണെന്നാണോ അവര് ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവരാകെ ഒരു ഷോക്കിലായിരിക്കുന്ന. എന്തു പതറി നിൽക്കുന്നു? ഒന്നുമില്ല. മനുഷ്യത്വത്തിന്റെ മുഖം എന്നൊക്കെ വാചകോടിക്കും. അവരവരുടെ നിലനിൽപ്പ് തന്നെയാ സിദ്ധു പ്രധാനം. നോക്കിക്കോ, ചന്ദ്രമതിയുമായി മേരി തോമസ് ഒരു സഖ്യം ഉണ്ടാക്കും. സിദ്ധുവിനെതിരെ അവരും വരും. മേരി തോമസിന്റെ പ്രതികരണം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു.
അവരെല്ലാം വളരെ കൂളായിട്ടെടുത്തിരിക്കുന്നു. മേരി തോമസിന്റെ പേരും നമ്മൾ കോടതിയിൽ പറയേണ്ടി വരും. അന്ന് വീട്ടിൽ വന്നപ്പോ മേരി തോമസ് എന്തൊക്കെയാ പറഞ്ഞത്? സിദ്ധു അവരുടെ ഗുരുവാണ്, മാതൃകാ പുരുഷനാണ്. സിദ്ധുവിന്റെ ആദർശം പിന്തുടർന്നാണ് അവര് രാഷ്ട്രീയത്തിലെത്തിയത്. എന്നിട്ടിപ്പോ അവർക്ക് ആദർശവും വേണ്ട, നന്മയും വേണ്ട. അവരെ ഈ കേസിൽ വലിച്ചഴക്കേണ്ട പ്രഭ. നമ്മളായിട്ട് വലിച്ചഴക്കുന്നില്ല, പക്ഷെ അവർക്ക് തനിയെ തന്നെ വരേണ്ടി വരും. സാർ, സമയം കഴിഞ്ഞു. ശരി പ്രഭ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.